ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ വളരെ കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള, വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള, വളരെ റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. എന്നെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള റിസർച്ചുകളിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള റിസർച്ചുകളിൽ ഒന്നാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ ടോപ്പിക് ഓഫ് PMO ആൻഡ് ആഗ്നറ്റോളജി. ആഗ്നറ്റോളജി എന്നുള്ള ഈ ഒരു വാക്ക് അധികം ആളുകൾ മിക്കവാറും കേട്ടിട്ടുണ്ടാകൂല. ഞാനും ഏറ്റവും ആദ്യം ഇത് കേൾക്കുന്നത് കുറെ മുന്നേ സൈക്കോളജി ബാച്ചിലേഴ്സ് BSc സൈക്കോളജി പഠിക്കുന്ന സമയത്താണ്. ഒരിക്കൽ അബ്നോർമൽ സൈക്കോളജിയുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്ത അഡിക്ഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഡ്രഗ് അഡിക്ഷനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഡിക്ഷൻ സൈക്കിൾസ്, അതിന്റെ പാറ്റേൺസ്, അതിന്റെ ഡൈനാമിക്സ്, അതുപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻസ്, അതിന്റെ ഡയഗ്നോസിസ്, അതിന്റെ സിംറ്റംസ്, അതിന്റെ കോമോബിഡിറ്റീസ്, അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ആ ഒരു അഡിക്ഷൻസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കി നമ്മുടെ സിലബസിലുള്ള. പക്ഷെ അതിലൊന്നും പൊണോഗ്രഫി അഡിക്ഷൻ എന്നുള്ള വാക്കേ പ്രയോഗിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, പൊണോഗ്രഫി അഡിക്ഷൻ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതൽ പ്രിവലന്റ് ആയിട്ടുള്ള, വളരെ കൂടുതൽ പടർന്ന് പന്തലിച്ച് പിടിച്ചിട്ടുള്ള ഒരു വിഷം, വളരെ ക്യാൻസറസ് ആയിട്ടൊരു പ്രോബ്ലം ആണ് എന്നുള്ളത്. എത്ര കൂടുതൽ പടർന്ന് പന്തലിച്ച ഒരു വിഷയമായിട്ടും കോടാനുകൂടി ആളുകളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും സൈക്കോളജിക്കലായിട്ട്, സോഷ്യോളജിക്കലായിട്ട്, അതുപോലെ തന്നെ ബയോളജിക്കലായിട്ട് കുറേ രീതിയിൽ ഒരാളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമായിട്ടും, അതുപോലെ തന്നെ ഏത് കൗൺസിലർക്കും അറിയാം എത്രത്തോളം വിഷയങ്ങളാണ്, എത്രത്തോളം കേസുകളാണ് ഡെയിലി ദിനേന വരുന്നത് എന്നുള്ളത്. ഇത്രത്തോളം കേസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ സൈക്കോളജി പുസ്തകങ്ങളിൽ പൊണോഗ്രഫി അഡിക്ഷനെ പറ്റി ഡെപ്ത് ആയിട്ടുള്ള ഒരു ചർച്ചയില്ല എന്നുള്ളത്. സോ അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വന്നപ്പോൾ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന പ്രൊഫസറോട്, എൻ്റെ അധ്യാപകനോട് ഞാൻ ചോദിച്ചു, വൈ ഇസ് ദിസ് നോട്ട് ബീങ് മെൻഷൻഡ്? എന്തുകൊണ്ട് ഇതിവിടെ പരാമർശിച്ചിട്ടില്ല? എന്താണ് അതിന് കാരണം എന്നുള്ളതൊക്കെ ഒരു രീതിയിൽ ഐ ആസ്ക്ഡ് ഹിം എ ഫോർമൽ ക്വസ്റ്റ്യൻ. സോ അപ്പോഴാണ് അദ്ദേഹം അതിനെപ്പറ്റി ആദ്യമായിട്ട് ചിന്തിക്കുന്നതും, അതുപോലെ തന്നെ he wanted to do a proper research on that. അങ്ങനെ അന്നാണ് ഈ ഒരു വിഷയം ഞാൻ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അന്നാണ് ഞാൻ ആഗ്നറ്റോളജി എന്നുള്ള വാക്കിനെ പറ്റി ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ ആഗ്നറ്റോളജി എന്നുള്ള വിഷയത്തിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിനനുസരിച്ച് എൻ്റെ അത്ഭുതം ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ആൻഡ് ഐ വാസ് എക്സ്ട്രീംലി അസ്റ്റോണിഷ്ഡ്. ഐ വാസ് മൈൻഡ് ബ്ലോൺ. അങ്ങനെ ആ റിസർച്ചിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ തിയററ്റിക്കൽ ഇൻകൺസിസ്റ്റൻസീസ്, ഇന്റേണൽ കോൺട്രഡിക്ഷൻസ്, അതിന്റെ ഡീപ്പായിട്ടുള്ള തിയററ്റിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ പ്രോബ്ലംസിന്റെ പഠനങ്ങളൊക്കെ വന്നത്. ഈ ആഗ്നറ്റോളജി എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഓഫ് സൈക്കോളജി. നമ്മൾ സയൻസ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സയൻസ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ കാര്യങ്ങൾ, ഈസ് ഇറ്റ് റിയലി സയൻസ് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും ആഗ്നറ്റോളജി എന്നുള്ളൊരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആഗ്നറ്റോളജി എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഒരു ഡൈനാമിക്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുന്നേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പൊണോഗ്രഫി അഡിക്ഷൻ. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ബിക്കോസ് വി ആർ ഓൾ വെൽ അവെയർ എന്താണ് പൊണോഗ്രഫി അഡിക്ഷൻ, അതിന്റെ പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൂടുതൽ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ജനറൽ ഇൻട്രൊഡക്ഷന് വേണ്ടി വിൽ ജസ്റ്റ് കവർ എ വെരി ബേസിക് ഇൻട്രൊഡക്ഷൻ ഇൻഷാല്ലാഹ്. ആദ്യം എത്ര ആളുകൾ പൊണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നിഗമനം. വാട്ട് ഡു യു തിങ്ക്? ഹൗ മെനി പീപ്പിൾ യൂസ് പൊണോഗ്രഫി? How many people use pornography? Just think about it and bring a number to your mind. ഒരു നമ്പർ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു സെക്കൻഡിൽ എത്ര ആളുകൾ പൊണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും? Just bring it to your mind, the number of people, an approximate value. Now, ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന നമ്പറുകൾ അത് കുറെ മുന്നത്തെ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള നമ്പറാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. സോ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ദി നമ്പർ ദാറ്റ് ഐ ആം പ്രസന്റിങ് ഹിയർ ഈസ് മച്ച് ബിലോ ദാൻ ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിനേക്കാളും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആളുകൾ എത്രത്തോളം കാണുന്നുണ്ടോ അതിനേക്കാളും കുറവായിട്ടുള്ള ഒരു നമ്പറാണ് ഇവിടെ കാണുന്നത്. സോ ഈ നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇറ്റ്സ് മച്ച് മോർ ബിഗർ ദാൻ ദിസ് എന്നുള്ളതാണ്. കാരണം പോസ്റ്റ് കോവിഡ് വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത് ദി പൊണോഗ്രഫി അഡിക്ഷൻ ഹാസ് ഇൻക്രീസ്ഡ് എക്സ്പൊണൻഷ്യലി. പൊണോഗ്രഫി അഡിക്ഷൻ എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എനിവേ, ഗോയിങ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓരോ സെക്കൻഡിലും 28,258 ആളുകൾ പൊണോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
$3075 പൊണോഗ്രഫിയിൽ ഓരോ സെക്കൻഡിലും ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സെക്കൻഡും 372 ആളുകൾ they're searching the word adult into a search engine, into different search engines, Google, Yahoo, etc. അതുപോലെ തന്നെ ഒരു ദിവസം 37 pornographic videos are created in the United States alone. US-ൽ മാത്രമുള്ള ഒരു കണക്കാണിത്, 37 pornographic videos, and we know that is much more bigger than this because the statistics very clearly says that. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ it's going to be much more higher. It's going to be much more higher. അതുപോലെ തന്നെ 2.5 billion emails containing porn are sent or received. ഓരോ ദിവസവും 2.5 ബില്യൺ ഇമെയിൽസ് അത് ആളുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കുറെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ വേറെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആദ്യ ചിന്ത നമ്മുടെ ഉമ്മത്തിനെ പറ്റിയിട്ടാണ്. വാട്ട് ഹാസ് ഹാപ്പൻ ടു അവർ സൊസൈറ്റി? പൊണോഗ്രഫി അഡിക്ഷൻ ഇത്ര കൂടുതൽ വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്താണ്? വാട്ട് ആർ ദി റീസൺസ് ഇൻഫ്ലുവൻസിങ് ദിസ് പർട്ടിക്കുലർ നമ്പർ? എന്തുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത്രത്തോളം അവയർനെസ് ലഭിക്കുന്നില്ല? ഇനി ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ പോലും ജനറൽ ആയിട്ട് അതിന്റെ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഒരു മെഡിക്കൽ വേൾഡിൽ ഈ ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് നമുക്കറിയാം, കുറെ വിപത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദ ബ്രെയിൻ ആൻഡ് പോൺ, നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് പൊണോഗ്രഫി ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് റിസർച്ചസിന്റെ ബേസിസിലാണ്, വെരി ക്ലിയർലി അവൈലബിൾ. നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തന്റിക് ആയിട്ടുള്ള റിസർച്ച് വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ pewresearch.com etc. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അവൈലബിൾ ആണ്. ചില സൈക്കോളജി വെബ്സൈറ്റുകളും ഈ പറയുന്ന റിസർച്ചുകളുടെ റെഫറൻസുകൾ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഞാൻ ഇതൊരു റെഫറൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ആണെങ്കിൽ പോലും ഈ ഒരു വിഷയം വളരെ കൂടുതൽ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇവിടെ കവർ ചെയ്യുന്നില്ല. ബിക്കോസ് അവർ ടോപ്പിക് ഇസ് നോട്ട് ദി സൈക്കോളജിക്കൽ സ്റ്റഡീസ് ദംസെൽസ്. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ജനറൽ അവബോധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം കവർ ചെയ്യുന്നത്. സോ ബ്രെയിനിന്റെ ഓരോ ഭാഗത്തും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചറിനെയും എങ്ങനെയാണ് പൊണോഗ്രഫി ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ചർച്ച, അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റഡീസ്, അതിന്റെ റെഫറൻസസ്, അതിന്റെ മെത്തഡോളജീസ്, ഏതൊക്കെ രീതിയിലാണ് റിസർച്ചേഴ്സ് ഇതിന്റെ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്നുള്ള വിഷയങ്ങളൊക്കെ പിന്നീട് ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ്. That is going to be handled under COJ and Mentors, inshallah. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് രജിസ്ട്രേഷൻ ഫോംസ് ഒക്കെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. എനിവേ, ടു ഗിവ് യു എ ജനറൽ ഐഡിയ, ഈ പൊണോഗ്രഫി ആൻഡ് ബ്രെയിൻ എന്നുള്ള വിഷയത്തെ കുറിച്ച് വളരെ കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റഡി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി very clearly talks about how much people are affected by pornography. ഇനി ഓരോ ഭാഗങ്ങളെ നമുക്ക് എടുക്കാം, എന്നിട്ട് ആ ഭാഗങ്ങളുടെ ഫങ്ഷനാലിറ്റിയെയും അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറിനെയും എങ്ങനെയാണ് പൊണോഗ്രഫി ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണ്. 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാകും. സോ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ബേസിക്കലി ഹാൻഡിൽസ് our behavioral regulation, reflective decision making, inhibition of socially inappropriate actions, emotional and sensory integration, planning complex behaviors, etc. നമ്മളെ ശരിക്കും മനുഷ്യനാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് നൽകുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്റീരിയർ സിൻക്യുലർ കോർട്ടെക്സ്, people who are learning about neurology would obviously know about this. It closely works with OFC. It handles decision making based on reward values, but also generates action based on past rewards and punishments. ഇതിന്റെ MRI സ്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എംപത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ഇമോഷന് വളരെ കൂടുതൽ ആന്റീരിയർ സിൻക്യുലർ കോർട്ടെക്സ് ബാധിക്കുന്നുണ്ട് എന്നുള്ളതുമായിട്ട് സ്റ്റഡീസ് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് പൊണോഗ്രഫി അഡിക്ഷൻ anterior cingulate cortex-നെ ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. When you watch pornography a lot, anterior cingulate cortex, it is directly affected. അതിന് കാരണമായിട്ട് you will be having impaired personal and social cues and you can become selfish during urges. ഒരു ബിഹേവിയർ എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പെർസെപ്ഷൻ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ അതിന്റെ സോഷ്യൽ ക്യൂസ് എന്താണ്
എന്നുള്ളത് നമുക്ക് തീരെ മനസ്സിലാക്കാൻ സാധിക്കൂല. അതുപോലെ തന്നെ ആ ജനറൽ സെൻസ് ഓഫ് വാല്യൂസ് ആൻഡ് മൊറാലിറ്റി ഓൾസോ ബിക്കംസ് ഡിറ്റീരിയറേറ്റഡ്. അതുപോലെ തന്നെ വെൻ യു ആർ ഹാവിങ് എ സർട്ടൻ ഏർജ്, ഒരു പ്രത്യേക ഒരു ഡിസയർ വരുമ്പോൾ, അത് എന്ത് ഡിസയർ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് ബി എ ബയോളജിക്കൽ ഡിസയർ, എ ഡിസയർ ടു ഈറ്റ്, ഒരു ബേസിക് ഡിസയർ ആണ്. ആ ഒരു ഡിസയർ വരുമ്പോൾ അതിനെ റാഷണൽ ഫാക്കൽറ്റി വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതിന് പകരം you will directly enter into a trance state and you will directly try to pragmatize that particular behavior. Our behavior direct ആയിട്ട് ചെയ്യാൻ തുടങ്ങും. സോ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഫാക്കൽറ്റിയെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ബിഹേവിയറിനെ that ability is directly affected. അതുപോലെ തന്നെ ഇൻസുലർ കോർട്ടെക്സ്, you might have heard about this particular part of the brain. It is responsible for sensory processing, decision making, motor control. So വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻസുലർ കോർട്ടെക്സ് എന്ന് പറയുന്നത്. It is also very directly affected. Ventral striatum അത് വളരെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ സ്കാൻസ് ഉണ്ട്. ഈ പൊണോഗ്രഫി അഡിക്ഷനിലേക്ക് കടന്നിട്ടുള്ള ആളുകളുടെ ബ്രെയിൻ സ്കാൻസും അതുപോലെ തന്നെ the people who are not addicted to pornography, അവരുടെ ബ്രെയിൻ സ്കാൻസും അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ we will become astonished. എത്രത്തോളം അത് ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ വളരെ ക്ലിയർ ആയിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ഇറ്റ് ഡയറക്ട്ലി എഫക്ട്സ് ദി ഗ്രേ മാറ്റർ ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിന്റെ ഗ്രേ മാറ്ററിന്റെ വോളിയം, അതിന്റെ കണ്ടന്റിനെ അടക്കം ഡയറക്റ്റ് ആയിട്ട് പൊണോഗ്രഫി അഡിക്ഷൻ ബാധിക്കുന്നുണ്ട് എന്നുള്ള പഠനങ്ങളും വളരെ കൂടുതൽ അവൈലബിൾ ആണ്. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് I will highly recommend this book. It is written by Gary Wilson. He's a very famous biologist. He's a very voracious researcher. So it's titled Your Brain on Porn, Internet Pornography and the Emerging Signs of Addiction. ഇതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സയന്റിഫിക് ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഹൈലി റെക്കമെൻഡഡ്. സോ പൊണോഗ്രഫി നമ്മുടെ ബ്രെയിനിനെ വളരെ കൃത്യമായിട്ട് ഡിസ്ട്രോയ് ചെയ്യും എന്ന് വളരെ ക്ലിയർ ആണ്. ഇനിയും ക്ലിയർ അല്ലാത്ത ആളുകൾക്ക്, സം പീപ്പിൾ അവരുടെ പ്രജുഡിസിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ബയാസിന്റെ അടിസ്ഥാനത്തിൽ they might think that this is just prejudiced arguments made by religious people. മതപരമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വാദങ്ങളാണ് ഇതൊക്കെ എന്ന് ഇനിയും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ go and learn a bit more deeply about this particular subject. പൊണോഗ്രഫി എന്ന് പറയുന്നത് ബ്രെയിനിനെ ഡിസ്ട്രോയ് ചെയ്യും എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ എത്രയോ അവൈലബിൾ ആണ്. ഈ ഒരു യോ ബ്രെയിൻ ഓൺ പോൺ എന്നുള്ള പുസ്തകം മാത്രമല്ല, ഇനിയും കുറെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. സോ സെർച്ച് ഇറ്റ് അപ്പ് ആൻഡ് ട്രൈ ടു സ്റ്റഡി അബൌട്ട് ദിസ് ടോപ്പിക്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദർ ഇസ് നോ ഡൗട്ട് pornography literally destroys your brain. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി സംസാരിക്കാം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ വെരി ഡയറക്ട്ലി എഫക്റ്റഡ്. Dopamine regulation of our mind, of our brain is very directly affected. It's very directly affected. ഇവിടെ കാണിക്കുന്നത് ബ്രെയിൻ സ്കാൻസ് ആണ്. എങ്ങനെയാണ് പൊണോഗ്രഫി ഉപയോഗിക്കുന്ന ആളുകളുടെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് അഫക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ the change is very clearly visible. Your dopamine receptors are going to be destroyed to a particular degree if you become addicted to pornography. If you become so addicted to pornography. ഈ ഒരു വിഷയം ബ്രെയിൻ സ്കാൻസ് വെച്ചിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിലേക്ക് പോകാത്തത് നമ്മുടെ ഒരു വിഷയം അതല്ല എന്നുള്ളത് കൊണ്ടാണ്. സോ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കൺക്ലൂഷൻ, അതിലേക്കാണ് ഞാൻ കുറച്ചും കൂടി ഊന്നി പറയുന്നത്. അതായത് പൊണോഗ്രഫി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും അതുപോലെ തന്നെ ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെയും സ്ട്രക്ചറലായിട്ടും ഫങ്ഷണലായിട്ടും ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥയാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിന്റെ സൈക്കോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ദി കോംപ്ലിക്കേഷൻസ് ആർ മാനിഫെസ്റ്റഡ് സൈക്കോളജിക്കലി ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് വേസ്. മൂഡ് സ്വിങ്സ് ഉണ്ടാകുക, അതുപോലെ തന്നെ ക്രോണിക് ഡിപ്രഷനിലേക്ക് ആളുകൾ പോകുക എന്ന് തുടങ്ങിയിട്ട് കുറേ രീതിയിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിന്റെ പേഴ്സണൽ അനക്ഡോട്ട്സ് ഒക്കെ വളരെ കൂടുതൽ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. when you are starting the research with this topic, yourbrainonporn.com എന്നുള്ളൊരു വെബ്സൈറ്റ് വെച്ചിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറേ അനക്ഡോട്ട്സ് അവൈലബിൾ ആണ്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. സോ ഒരു സൈഡിൽ നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് കാണും, ഒബ്ജക്റ്റീവ്ലി സയന്റിഫിക് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്യപ്പെട്ടുള്ള സ്റ്റഡീസ് ആണ്. സോ there we are getting a very clear cut objective conclusion to this topic, that is your brain directly is affected by pornography. And at the same time kuറെ subjective experienceകളും നമുക്ക് അവൈലബിൾ ആണ്. So that will also give us an idea about how pornography idiosyncratically and subjectively affects a person. Now ഞാൻ ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, that is there a similarity between porn use and drug use? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പൊണോഗ്രഫി യൂസും അതുപോലെ തന്നെ ഡ്രഗ് യൂസും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറെ ആളുകൾ വിചാരിക്കും
Pornography എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. ഇറ്റ്സ് ജസ്റ്റ് എ ഡിജിറ്റൽ തിങ്. ഇറ്റ്സ് ജസ്റ്റ് എ ഡിജിറ്റൽ തിങ്. നമ്മൾ ഒരിക്കലും ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നില്ലല്ലോ. വെറുതെ സ്ക്രീനുകളിൽ കാണുകയാണല്ലോ, അല്ലെങ്കിൽ പ്രദർശിക്കപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് റിസീവ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. മറിച്ച് ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റീരിയൽ, അത് നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചില ആളുകൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. സോ പൊണോഗ്രഫി യൂസും അതുപോലെ തന്നെ ഡ്രഗ് യൂസും ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ദർ ഓൾസോ അവൈലബിൾ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സ്റ്റഡീസ്. പൊണോഗ്രഫി ഒരു ഡ്രഗ് ആണ്, അല്ലെങ്കിൽ ദി എഫക്ട് ഈസ് സിമിലർ ടു ഡ്രഗ്സ് എന്ന് തെളിയിക്കുന്ന പഠനങ്ങളുണ്ട്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അസ്റ്റോണിഷിംഗ്. ആബ്സല്യൂട്ട്ലി അസ്റ്റോണിഷിംഗ്. എങ്ങനെയാണ് പൊണോഗ്രഫി ഒരു ഡ്രഗ് ആകുന്നത്? വെൻ യു ലുക്ക് ഇൻ ടു ദ ന്യൂറോളജിക്കൽ സ്റ്റഡീസ്, നമ്മുടെ ഡോപ്പമിൻ സിസ്റ്റത്തിനെ എങ്ങനെയാണോ കൊക്കെയിൻ എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണോ മറ്റ് ഡ്രഗ്സ് എഫക്ട് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് ടു ദാറ്റ് ഡിഗ്രി പൊണോഗ്രഫി ഓൾസോ എഫക്ട്സ്. ഓൾറൈറ്റ്, സെയിം ഇന്റൻസിറ്റിയിലല്ലെങ്കിലും there's a very clear-cut pattern to the effect. There's a very clear-cut neurological pattern to the effect. നമ്മുടെ ബ്രെയിനിന്റെ ഡോപ്പമിൻ സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് പൊണോഗ്രഫി ചെയ്യുന്നത്. And the effect is much more deeper than we think. The effect is much more deeper than we think. All right, it is that scary. It is that scary. Brain structure and functional connectivity associated with pornography consumption. The Brain on Porn എന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഹൈലി റെക്കമെൻഡഡ് ആണ്. PUB Med NIH-ന്റെ വെബ്സൈറ്റ് ആണ്. വളരെ കൂടുതൽ ഡോക്ടേഴ്സ് ഒക്കെ സൈക്കോളജിസ്റ്റ് ഒക്കെ റിസർച്ചിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണത്. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഇൻഷാല്ലാ, ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹൈലി ബെനിഫിഷ്യൽ. ഇതിലും വളരെ കൃത്യമായിട്ട് എത്രത്തോളം നമ്മുടെ ബ്രെയിനിനെ പൊണോഗ്രഫി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ബ്രെയിൻ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷണൽ കണക്ടിവിറ്റി, ഈ രണ്ട് വേരിയബിൾസ് വെച്ചിട്ടാണ് റിസർച്ച് ചെയ്തിട്ടുള്ളത്. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റഡീസ് അവൈലബിൾ. ഞാൻ ഈ സ്റ്റഡിയിലെ ഒരു പ്രത്യേക ഒരു സെക്ഷൻ ആണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. The exposure of children to internet pornography is harming their brains, their developing brains. Pornography consumption is associated with decreased brain volume in the right striatum, decreased left striatum activation, and lower functional connectivity to the prefrontal cortex. നമ്മൾ ബ്രെയിനിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിനെ പറ്റി സംസാരിച്ചു. അതിനെ എങ്ങനെയാണ് പൊണോഗ്രഫി അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും കോട്ട് ചെയ്തിട്ടുള്ളത് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിന്റെ വോളിയത്തെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിക്രീസസ് യുവർ ബ്രെയിൻ വോളിയം എന്നാണ് പറഞ്ഞത്. സോ അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് കൺജേർഡ് അപ്പ് ബൈ പീപ്പിൾ. മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ പ്രജുഡിസ് വെച്ച് ആളുകൾ ഉണ്ടാക്കുന്ന തിയറികളാണ് എന്ന്, അവർ പടച്ചു വിടുന്ന തിയറികളാണ് എന്ന് വാദിക്കുന്ന ഏത്തിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഈസ് ദിസ് a study done by religiously backed up people or religiously backed up organizations? No, this is from the Journal of American Medical Association. ഒരിക്കലും നെഗേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും റിജക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ റെഫറൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ, മൂവിങ് അഹെഡ്. ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം, does porn change an individual's personality? നമ്മളിപ്പോൾ ഇതുവരെ ഇതിന്റെ ബയോളജിക്കൽ എഫക്ട്, അതിന്റെ ന്യൂറോളജിക്കൽ എഫക്റ്റിനെ പറ്റി സംസാരിച്ചു. പക്ഷെ ഒരാളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഇൻഷാല്ലാ. ലെറ്റ്സ് കോൺടെംപ്ലേറ്റ് ഓൺ ദിസ്. നൗ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ അത് പറയുന്നത് വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുണ്ട്. There are a lot of references available. Soft porn has in 2010, the journal Violence Against Women reported physical aggression in 88.2% of leading pornography scenes and verbal aggression in 48.7%, with 94.4% of aggression directed towards women and girls. Consumers might tell themselves that they aren't personally affected by porn. അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവരോട് തന്നെ പറയുന്നുണ്ടാകും, അവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊരു പീസിന് വേണ്ടിയിട്ട് അവർ പറയും, ഏയ് ഞാൻ കാണുന്ന പോൺ ഒരിക്കലും എൻ്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. But they are being fooled. Studies are suggesting otherwise. Studies, പഠനങ്ങൾ അതിന്റെ വിപരീതമായിട്ടുള്ള കാര്യമാണ് തെളിയിക്കുന്നത്. There is clear evidence that porn makes many consumers more likely to support violence against women. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത ആളുകളിൽ pornography കൂട്ടും എന്ന് പറയുന്ന സ്റ്റഡികളുണ്ട്. So there are a lot more studies available. I'm not getting or covering all of this inshallah, because I really want to get into the main topic. So കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് enoughIsEnough.com അത് നല്ലൊരു റെഫറൻസ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ yourbrainonporn.com അതും വളരെ നല്ലൊരു റെഫറൻസ് ആണ്. ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ച് ഈ വിഷയത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്. ഓൾറൈറ്റ്, so കുറെ സ്റ്റഡീസ് അവൈലബിൾ ആണ്. There are thousands of research reports, case studies and experiments that very clearly prove that pornography is one of the most dangerous problems in the modern world. മോഡേൺ വേൾഡിലെ
ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള നമ്മുടെ സൈക്കിയെ, നമ്മുടെ സൈക്കോളജിയെ, നമ്മുടെ സമൂഹത്തിന്റെ സോഷ്യോളജിയെ വളരെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് പൊണോഗ്രഫി എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ എത്രയോ അവൈലബിൾ ആണ്. There are a lot of anecdotes. നിങ്ങൾ yourbrainonporn.com എന്നുള്ള പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ there will be a lot of links available. Over 85 studies linking porn use to poorer mental emotional health and poorer cognitive outcomes. Over 80 studies linking porn use to less sexual and relationship satisfaction. Over 60 studies reporting findings consistent with escalation of porn use, tolerance, habituation to porn, and even withdrawal symptoms. Every neuroscience study based, so 55 studies ഇവിടെയും അവൈലബിൾ ആണ്, neuroscience based ആയിട്ടുള്ള studies. So what I'm trying to say, conclusive ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പഠനങ്ങൾ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ പൊണോഗ്രഫി തെറ്റാണ് അല്ലെങ്കിൽ പൊണോഗ്രഫി ഇറ്റ്സ് ബാഡ് ഫോർ യു എന്ന് പറയുമ്പോൾ these are not mere statements, but rather these are statements supported by scientific studies, scientific researches, എത്രയോ experiments it's done on this particular topic. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് pornography is really, really, really bad for you എന്നുള്ളത്. Now let me ask you another question. വളരെ പ്രസക്തമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. That is pornography addiction a medically addressed problem? Pornography addiction എന്നുള്ളത് മെഡിക്കലി അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടു കുറെ പഠനങ്ങളുണ്ട്, മെഡിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്, ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്, ന്യൂറോ സയന്റിഫിക് സ്റ്റഡീസ് ഉണ്ട്, സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്, കോഗ്നിറ്റീവ് സ്റ്റഡീസ് ഉണ്ട്, സോഷ്യോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്, ലോട്ട് ഓഫ് സ്റ്റഡീസ്. ഇത്ര സ്റ്റഡീസ് ഉണ്ടായിട്ടും മെഡിക്കൽ വേൾഡിൽ ഇത് വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണോ? വാട്ട് ഡു യു തിങ്ക്? വളരെ സങ്കടകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഉത്തരം എന്ന് പറയുന്നത് നോ, ഇറ്റ് ഈസ് നോട്ട് അഡ്രസ്ഡ് മെഡിക്കലി. മെഡിക്കൽ ലോകത്ത് ഇതിനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് കാണപ്പെടുന്നതേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ DSM നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. DSM എന്നുള്ളത് ഇറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് സൈക്കോളജി. മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. കോൺസ്റ്റന്റ് റെഫറൻസ് മെറ്റീരിയൽ ആണ് ഡോക്ടേഴ്സിനും അതുപോലെ സൈക്കാട്രിസ്റ്റുകൾക്കും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾക്കൊക്കെ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് മെറ്റീരിയൽ ആണിത്. DSM അതുപോലെ തന്നെ ICD ക്ലാസിഫിക്കേഷൻ ഒക്കെ പ്രത്യേകിച്ച് സൈക്കോളജി സ്റ്റുഡൻസ് ഒക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഈ DSM തുറന്നു നോക്കുകയാണെങ്കിൽ എന്നെ കുറെ മുന്നേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അതേ കാര്യം, അതായത് DSMൽ പൊണോഗ്രഫി അഡിക്ഷൻ ഒരു പ്രോബ്ലം ആയിട്ടേ കാണുന്നില്ല. അല്ലെങ്കിൽ പാരഫീലിയസിന്റെ കീഴിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സെക്ഷൽ ഡിസോർഡറിന്റെ കീഴിൽ നോക്കിക്കഴിഞ്ഞാൽ പൊണോഗ്രഫി അഡിക്ഷൻ ഇറ്റ് ഈസ് നോട്ട് ഈവൻ കൺസിഡർഡ് ആസ് എ പ്രോബ്ലം. അത് കാറ്റഗറിയിലേ ഇല്ല എന്നുള്ളതാണ്, കാറ്റഗറിയിലേ ഇല്ല. അപ്പൊ ഇത്രത്തോളം ആയിരക്കണക്കിന് സ്റ്റഡികൾ, എത്രയോ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസുകൾ കൗൺസിൽ ലോകത്തുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എത്രത്തോളം പൊണോഗ്രഫി അഡിക്ഷൻ കേസുകൾ ഡെയിലി വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു തരും. And it is constant. People are messaging that it is destroying my life. It has destroyed my marital life. It has destroyed my social life. It has destroyed my self-confidence. It has destroyed my sense of identity. ഞാൻ ലോകത്തെ പെർസീവ് ചെയ്യുന്ന എൻ്റെ പെർസെപ്ഷനെ പോലും കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റിമറിച്ചു, അത് എൻ്റെ ജീവിതത്തെ തന്നെ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്ന കേസുകൾ കുറെ കാണാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം പ്രവലന്റ് ആയിട്ടും എന്തുകൊണ്ട് DSMൽ ഇല്ല എന്നുള്ള ഒരു ചോദ്യം നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ that is the door to the world of agnotology. വളരെ കൂടുതൽ ചിന്തിക്കേണ്ട കുറെ വാസ്തവങ്ങൾ, കുറെ റിയാലിറ്റിയെ പറ്റി ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. പൊണോഗ്രഫി അഡിക്ഷൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് ബന്ധപ്പെട്ട് നേരത്തെ കുറച്ച് സ്റ്റഡികൾ കാണിച്ചു, ഇനിയും കൂടുതൽ സ്റ്റഡികളാണിത്. Our brains react to pornography the same way an alcoholic might react to seeing in a drink advertisement. Researchers believe that pornography's intense stimulation of the brain brings about significant changes to brain similar to drug addiction. Those with compulsive sexual behavior have brain activity that mirrors those of drug addicts. Cambridge University published that research another. So a lot more researches are available. Drug addiction എന്നുള്ള ഒരു വിഷയം DSM ഹാൻഡിൽ ചെയ്യുന്ന പോലെ എന്തുകൊണ്ട് DSM പൊണോഗ്രഫി അഡിക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നില്ല? So that's a huge question that we need to ask. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോപ്പമിൻ സ്പൈക്കിന്റെ ഒരു ഗ്രാഫാണ്. എത്രത്തോളം സമയം ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും പൊണോഗ്രഫിയിൽ when compared to other drugs. ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ this is the blue line. നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എത്രത്തോളം സിമിലർ ആണ് ഈ ഡോപ്പമിൻ പാറ്റേൺ എന്നുള്ളത് മറ്റു ഡ്രഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് വെരി സിമിലർ. ഇത്രത്തോളം എവിഡൻസുകൾ ഉണ്ടായിട്ടും ഇത്രത്തോളം പ്രൂഫ്സ് ഉണ്ടായിട്ടും why is it not considered as an issue? Why is this issue not getting a psychomedical addressal? എന്തുകൊണ്ട് ഒരു സൈക്കോമെഡിക്കൽ അഡ്രസ്സൽ
ഈ ഒരു വിഷയത്തിന് പോണോഗ്രഫി കിട്ടുന്നില്ല എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇനി ഇൻക്വയറി ചെയ്യാൻ പോകുന്നത്, ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഓപ്പൺസ് our inquiry into the world of agnotology. Agnotology എന്നുള്ള ഫീൽഡിന്റെ വാതിലുകൾ ഇവിടെയാണ് തുറക്കുന്നത്. Now what is agnotology? Agnotology എന്നുള്ള പദം കുറെ ആളുകൾക്ക് അപരിചിതമായിരിക്കും. അവർ ഏറ്റവും ആദ്യം കേൾക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദമായിരിക്കും. So what is agnotology? What is agnotology? Agnotology എന്ന് പറയുന്നത് it is the study of the cultural production of ignorance. ഇഗ്നറൻസിനെ കൾച്ചറലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന ഫീൽഡാണ് agnotology എന്നുള്ളത്. It is the investigation of the deliberate solving of public information and doubt in the scientific area. അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള ഫീൽഡിൽ എങ്ങനെയാണ് മിസ്ഇൻഫർമേഷൻസ് ഇൻജെക്ട് ചെയ്തുകൊണ്ട് പബ്ലിക് പെർസെപ്ഷനെ മാറ്റുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് agnotology പഠിക്കുന്നത്. അത് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമുക്ക് കുറെ കാണാൻ സാധിക്കും. agnotological റിസർച്ച് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് വന്നത് കുറെ മുന്നേ ഈ ടൊബാക്കോ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ടൊബാക്കോ വീഡിയോ വലിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡിയെ ദൂഷ്യമായിട്ട് വളരെ മോശമായിട്ട് ബാധിക്കും എന്ന് ചില ഡോക്ടേഴ്സ് പറയാൻ തുടങ്ങിയപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൊബാക്കോ ഇൻഡസ്ട്രി എത്രയോ $1 million ഫണ്ട് ചെയ്തിട്ട് അവര് പഠനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറയാൻ തുടങ്ങി സ്മോക്കിംഗ് എന്നുള്ളത് വളരെ നല്ലതാണ്, ബോഡിയെ റിലാക്സ് ചെയ്യും, സ്ട്രെസ്സിനെ കുറക്കും, നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് റിയലി ഹെൽപ്സ് യു ഗ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പഠനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ പഠനങ്ങളുടെ അടിയിൽ അവരിങ്ങനെ കുറെ റെഫറൻസുകൾ കൊടുക്കും. അവര് സയന്റിഫിക് മെത്തഡോളജി അവരുടെ അജണ്ടക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. സോ agnotology എന്നുള്ള ഒരു ഫീൽഡ് ഏറ്റവും കൂടുതൽ ബൂം ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. സോ അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് agnotological സ്റ്റഡീസ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ a study published by sex researchers at UCLA claimed to have scientific evidence that sex addiction was not an addiction. ഇത് റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 2000 ശേഷം വന്നിട്ടുള്ള സ്റ്റഡിയാണ്. അതായത് UCLA-യുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സെക്സ് റിസർച്ചേഴ്സ് പറഞ്ഞു ദാറ്റ് സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ല, ദർ ഇസ് നോ സയന്റിഫിക് എവിഡൻസ് എന്നുള്ളത്. എന്നിട്ട് agnotologists ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചപ്പോഴും അവിടെയും കാണാൻ സാധിച്ചത് എന്താണ്, ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി വളരെ കൂടുതൽ പണം കൊടുത്തുകൊണ്ട് ആ ഒരു സയന്റിഫിക് ഫീൽഡിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് ഫേക്ക് സ്റ്റഡീസ് ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളത്. സോ ദാറ്റ് ഈസ് എക്സ്ട്രീംലി അസ്റ്റോണിഷിംഗ്. നമ്മൾ സാധാരണ സയൻസിനെ പറ്റി പറയുന്ന ഇറ്റ് ഈസ് ഹൈലി ഒബ്ജക്റ്റീവ്, ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തഡോളജി, ഹൈലി എംപിറിക്കൽ, ക്ലിയർ കട്ടായിട്ടുള്ള സിഗ്നിഫിക്കന്റ് നമ്പേഴ്സിന്റെ ബേസിസിൽ ഒക്കെയാണ് അവർ കൺക്ലൂഷൻസ് പറയുന്നത് എന്നുള്ളൊരു ധാരണയെ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. കാരണം agnotology എന്ന് പറയുന്നതിൽ ആ ഒരു ഫീൽഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടുതൽ സ്റ്റഡീസ് കാണാൻ സാധിക്കും. A lot more studies are available. Now, science is not always pure science. നമ്മൾ സയൻസ് ആയിട്ട് പുറമേ കാണുന്ന കാര്യം എപ്പോഴും പ്യുവർ സയൻസ് അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്സ്, ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബിസിനസ്. നീൽ ഡിഗ്രീസ് ടൈസൺ പോലും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. The contemporary scientific world intertwined with liberal movements very clearly. Liberal front വളരെ കൂടുതൽ സയന്റിഫിക് ലോകത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് 1973 ഹോമോസെക്ഷുവാലിറ്റി DSM-ൽ നിന്ന് മാറ്റിയതാണ്. ഇഫ് യു സ്റ്റഡി ദാറ്റ് വെരി ക്ലിയർലി, എങ്ങനെയാണ് ഇത് മാറ്റപ്പെട്ടത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്, ക്ലിയർ ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിലാണോ അതോ സോഷ്യോ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ക്ലിയർ എത്രത്തോളം സയന്റിഫിക് പാരഡൈമിനെ ലിബറലിസം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ DOC ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഇന്റലിജൻസ് എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡോക്യുമെന്ററി, ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇതിനും വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ജനറൽ ഏത്തിയിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെതിരെ പോകുന്ന എന്ത് വാദങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് സയന്റിഫിക് റിസർച്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇറ്റ് ഈസ് വെരി ക്ലിയർലി സപ്രസ്ഡ്. ഇത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, കുറെ മുന്നേ 1917 മുതൽ സോവിയറ്റ് യൂണിയന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മുതൽ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇത് കാണാൻ സാധിക്കും. ലിസംഗോയിസം എന്ന് പറയുന്ന ഒരു പുതിയ ഫീൽഡ് പോലും ഏത്തിയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനിലുള്ള ആളുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അവരുടെ ഐഡിയൽസിനെ അല്ലെങ്കിൽ അവരുടെ വേൾഡ് വ്യൂവിനെതിരെ പോകുന്ന എന്ത് സയന്റിഫിക് റിസർച്ച് ഉണ്ടെങ്കിലും അത് ഫുള്ളി എന്താണ്,
അത് ഫുള്ളി അവർ സപ്രസ് ചെയ്യും. ബിഗ് ബാങ് തിയറി സപ്രസ് ചെയ്യപ്പെട്ടിരുന്നു. കെമിസ്ട്രി നമുക്ക് അറിയുന്ന റെസണൻസ് തിയറി അത് വളരെ കൂടുതൽ സപ്രസ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ദാറ്റ് വാസ് ഓൾസോ വെരി ക്ലിയർലി സപ്രസ്ഡ് ഇൻ സോവിയറ്റ് റഷ്യ. സോ അവരുടെ സോവിയറ്റ് റഷ്യയിൽ അന്ന് ആ കാലഘട്ടത്തിൽ അവര് സയൻസ് ആയിട്ട് ആളുകളിലേക്ക് പടച്ചു വിട്ടിരുന്ന കാര്യങ്ങൾ ഇറ്റ് വാസ് നോട്ട് വെരി ക്ലിയർലി സയൻസ്, but it was backed by their own agendas and their own propagandas. സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം ഇത് നിന്നിട്ടൊന്നുമില്ല. ഈ ലിബറൽ ലോകം ഭരിക്കുന്ന ആളുകൾ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ആഗ്നറ്റോളജിക്കൽ റിസർച്ചുകൾ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് pornography addiction എന്നുള്ളത്. And pornography industry is actually a multi-billion dollar industry. It's a multi-billion dollar industry. The pornography industry generates $12 billion in annual revenue. ഇങ്ങനെയുള്ള ഈ സ്റ്റഡികൾ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഡേറ്റിലേക്കാണ്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2006 2006 ഇന്റർനെറ്റ് ഉപയോഗം അത്രയും കുറവായിട്ടുള്ള ഒരു സമയത്താണ് ഈ സ്റ്റഡി നടക്കുന്നത്. അന്ന് $12 billion ആണ്. അന്ന് $12 billion ആണ്. If you look at the statistics now, you will be mind blown. You will be absolutely mind blown. Absolutely mind blown. By the end of 2004, there were 420 million pages of pornography. 2004 അവസ്ഥയാണ്. 2004 അവസ്ഥയാണ് 420 million pages of pornography അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. It is absolutely shocking. It is absolutely shocking. Absolutely shocking. Right. So we can clearly understand that the pornography industry, multi-billion dollar industry ആണ്. Tobacco industry, drug based ആയിട്ടുള്ള ഇൻഡസ്ട്രി multi-billion dollar industry ആകുന്നത് പോലെ തന്നെ ഇവിടെയും pornography industry എന്ന് പറയുന്നത് it is a very, very thriving industry. A very, very thriving industry. ഇനി there's a very good article written on the decline of scientific credibility. Very good article written on scientific credibility. ഇവിടെയും വളരെ ക്ലിയർ ആയിട്ട് ഈ ടൊബാക്കോ ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ബിഗ് ഫാർമയെ പറ്റി പറയുന്നുണ്ട്. ബിഗ് ഫാർമ എത്രത്തോളം സയന്റിഫിക് ഫീൽഡിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എക്സ്പോസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്, ദ ഡിക്ലൈൻ ഓഫ് സയന്റിഫിക് ക്രെഡിബിലിറ്റി. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. But it's self-explanatory. It's self-explanatory. The Hilzig article quotes Norman Weiss, a historian of science at UCLA, as saying that the question is the degree to which commercialization of academic science is increasing public doubt and destroying the public good at university and public places like CDC, Centers for Disease Control, so that they no longer look distinctly different from tobacco industry or big pharma. Sowing doubt and promoting a phony controversy is self-serving in some way. This is obvious in the case of tobacco and big pharma. Tobacco and big pharma ഒക്കെ വളരെ കൃത്യമായിട്ട് സയന്റിഫിക് ഫീൽഡുകളെ അഫക്ട് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസ് അവർ നടത്തിയിട്ടുണ്ട്. In the case of the anti-sex addiction 𝙪, it is apparent that in my opinion the highly publicized denial of something can easily become a cottage industry. The claim study proves sex addiction doesn't exist gets a lot of attention. It not only creates a bogus controversy, books are written which gain notoriety, and research careers appear to be built and perhaps supported based in part, in my opinion, on the celebrity status conferred by the denier. So ഈ ഒരു agnotological അതായത് ചില ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്, അതിന്റെ ഇന്റേണൽ ഡൈനാമിക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് there's a very clear cut psychological tool here. വളരെ ക്ലിയർ ആയിട്ട് പ്രോപ്പഗൻഡയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ചില വളരെ വീക്ക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് വളരെ വീക്ക് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടാക്കും. എന്നിട്ട് അതിലൂടെ അവരെ പ്രോപ്പഗൻഡയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ആ സ്റ്റഡിയിലൂടെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ആ സ്റ്റഡി നോക്കുകയാണെങ്കിൽ തന്നെ അതിലുപയോഗിച്ചിട്ടുള്ള മെത്തഡോളജിയോ കൺക്ലൂഷനോ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഒരു കൺക്ലൂഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിൽ അപ്ലിക്കബിൾ ആയിട്ടൊരു കൺക്ലൂഷൻ ആയിരിക്കും. അതിനെടുത്തിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവരുടെ പബ്ലിഷ് ചെയ്യും. an example is given here. Study proves sex addiction doesn't exist. സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല എന്ന് പറയുന്ന രീതിയിലൊക്കെ അവർ പബ്ലിഷ് ചെയ്യും, അത് മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യും. അപ്പൊ ആളുകളുടെ അറ്റൻഷൻ ഇതിലൂടെ ലഭിക്കും. ആളുകൾ എന്തായാലും ഇതിന്റെ സ്റ്റഡി എന്താണെന്ന് നോക്കാൻ പോകുന്നില്ല, എന്താണ് അതിന്റെ മെത്തഡോളജി നോക്കാൻ പോകുന്നില്ല, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്താണെന്ന് നോക്കാൻ പോകുന്നില്ല. But they just directly believe it. They just directly believe it, causing a lot of harm in the society. A lot of harm in the society. And it is very sad. It is very sad. ഈ കാലഘട്ടത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് പ്രോ PMO മൂവ്മെന്റ് എന്നുള്ളത്. പ്രോ PMO മൂവ്മെന്റ്. ഇതൊന്നും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ May 27 അങ്ങനെ എന്തോ ആണ് വേൾഡ് മാസ്റ്റർബേഷൻ ഡേ. There's a day that actually when which people gather together to promote masturbation, to promote pornography, to promote this filth. It is really, really sad. It is really, really sad. എന്നിട്ട് പ്രോ PMO മൂവ്മെന്റുകൾ
പ്രോ PMO മൂവ്മെന്റുകൾ അവര് കുറെ ആർട്ടിക്കിൾസ് പടച്ചുവിടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പൊണോഗ്രഫിയുടെ ഒരു ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായിട്ടുള്ള സ്റ്റഡികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ വേൾഡ് മാസ്റ്റർബേഷൻ ഡേ. മെയ് 28 നടക്കുന്ന വേൾഡ് മാസ്റ്റർബേഷൻ ഡേ പോലെ തന്നെ PMO വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈവന്റ്സ് അവർ കണ്ടക്ട് ചെയ്യും. വളരെ കൃത്യമായിട്ട് നമുക്ക് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണിത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ദി പോപ്പുലേഷൻ ദാറ്റ് ഫോളോ ദി ഹെഡനിസ്റ്റിക് ഫിലോസഫി, അവരുടെ ഇടയിലൊക്കെ ഇത് വളരെ കൂടുതൽ പ്രിവലന്റ് ആണ്. സം സൈക്കോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് പോൺ വാച്ചിങ് ഈസ് ഹാംലെസ്. റൈറ്റ്, നമ്മളിപ്പോൾ ഇതിനു മുന്നേ കുറെ സ്റ്റഡികൾ കണ്ടു, സൈക്കോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡികൾ കണ്ടു പൊണോഗ്രഫി ഹാംഫുൾ ആണെന്നുള്ളത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ദി ലിബറൽസ് ആർ റൈറ്റിംഗ് ആർട്ടിക്കിൾസ്. എന്നിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? സം സൈക്കോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് പോൺ വാച്ചിങ് ഈസ് ഹാംലെസ്. പോൺ വാച്ചിങ് ഹാംലെസ് ആണെന്നുള്ളത് ചില സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അസ്റ്റോണിഷിംഗ്. It is absolutely mind-blowing and it is absolutely concerning. It is absolutely fear-stimulating. ഇത്രത്തോളം സ്റ്റഡീസ് ഉണ്ടായിട്ടും എങ്ങനെ ഈ ലിബറൽ സൈക്കോളജിസ്റ്റുകൾക്ക് എങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. While others claim porn is bad for mental health and can spiral into sex addiction. എന്നിട്ട് അതിനുശേഷം ആ ഒരു ആർഗ്യുമെന്റിനെ ഡൗട്ട്ഫുൾ ആക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതിനപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. And in another article, neither does the American Association of Sexuality Educators, Counselors and Therapists basically addressed pornography as an addiction. The group says there is little proof that either sex addiction or porn addiction are problems. അവർ പറയുന്നത് ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഈ ഒരു ഓർഗനൈസേഷൻ, they're claiming that sex addiction or pornography addiction is not a problem. Subhanallah. This is something that we should be really thinking about. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റഡികളൊക്കെ എവിടെയാണ്? എന്തുകൊണ്ട് ഈ സ്റ്റഡികളൊക്കെ റിജക്ട് ചെയ്യപ്പെടുന്നു? എന്തുകൊണ്ട് ഈ സ്റ്റഡികളൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല? ഒന്നോ രണ്ടോ സ്റ്റഡീസ് അല്ല, thousands of studies. Right, subhanallah. This is really shocking. Really shocking. ഈ വെബ്സൈറ്റുകൾ ഒന്നുകൂടി നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അതായത് ഈ ലിബറൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റ് റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾസ് അടിയിലൊന്നും ക്ലിയർ ആയിട്ടുള്ള റെഫറൻസുകൾ കാണാൻ സാധിക്കൂല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ പേരുകൾ പോലും റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കില്ല. അത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മൊത്തം എന്താണ്? ലിബറൽസ് ആയിരിക്കും. എന്നിട്ട് പാവം നമ്മുടെ കൗമിലുള്ള, നമ്മുടെ ഉമ്മത്തിലുള്ള കുറെ ആളുകൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെഡ്ലൈൻസ് കാണും ചെയ്യും. എന്നിട്ട് അത് ആണ് ശരി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് they basically engage in this very filthy, destructive behavior. Subhanallah. It is a very sad reality. It is a very, very sad reality. Subhanallah. So it is a result of liberal brainwashing. And it can be very clearly seen in the difference between how the topic is viewed by children versus adults. അതായത് ഫിത്രയിൽ ജനിക്കുന്ന ഏത് കുട്ടിയോടും ചോദിച്ചു കഴിഞ്ഞാൽ പൊണോഗ്രഫി ഹാംഫുൾ ആണോ, അത് ചീത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 41% of all children, they would say that pornography makes people less respectful to the opposite sex. Common sense ഉള്ള ആരും ഇതെന്താണ് accept ചെയ്യും. At the same time, ഒരു ലിബറൽ ലോകത്ത് കുറച്ചു കാലം ജീവിച്ച് അതിന്റെ ലിബറൽ സിസ്റ്റങ്ങളിലൂടെ കടന്നുപോയി ലിബറൽ എൻവയോൺമെന്റിൽ ജീവിച്ച് അതിന്റെ ഇൻഫ്ലുവൻസ് മുഴുവൻ കിട്ടിയിട്ടുള്ള ഒരാൾ, another study from Gallup that is published in June 2018, it says more than 4 in 10 Americans, that is 43%, അവർ പറയുന്നത് എന്താണ്? pornography is now morally acceptable. ആ ഒരു രീതിയിലാണ് അവരുടെ വാദങ്ങൾ ഉണ്ടാകുക. So their perception is very clearly affected by the liberal world. ഈ ലിബറൽ ഫിൽത്തുകൾ വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് millions of dollars ഫണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി there are a lot of examples of recent articles debunking porn as a public health problem or pornography or sex addiction. അതായത് പൊണോഗ്രഫിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചില ആർട്ടിക്കിൾസിന്റെ ടൈറ്റിൽസ് ആണ് ഇവിടെ വായിക്കുന്നത്. Kansas Senate uses fake science to declare porn as a public health crisis. Organizations dispute notion of sex addiction. എവിടെയാണ് വന്നത് നോക്കണം. goodtherapy.org ആണ്. കുറെ ആളുകൾ സൈക്കോളജിക്കൽ തെറാപ്പിക്ക് വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നത്. സോ യു റിയലി തിങ്ക് what background or what scientific base do these people have? അതുപോലെ തന്നെ Utah's anti-porn crusade has entered a new crazy phase. Porn isn't a public health hazard, it's a scapegoat എന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ രീതിയിലുള്ള വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറെ ടൈറ്റിൽസ് നമുക്ക്
ലിബറൽസ് പബ്ലിഷ് ചെയ്യുന്ന ഈ ആർട്ടിക്കിൾസുകളിൽ കാണാൻ സാധിക്കും. ഇനി ഈ ലിബറൽ വെബ്സൈറ്റുകളിൽ പോയിട്ട് അവർ ഇത്രയും പ്രൊവോക്കറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഈ ആർട്ടിക്കിൾസ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ റെഫറൻസുകൾ നമ്മൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫോൺ അഡിക്ഷൻ ഡസന്റ് എക്സിസ്റ്റ് എന്ന് വാദിക്കുന്ന ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കോട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ സ്റ്റഡീസ് ആണ്. നമ്മൾ മറ്റേ സൈഡിൽ നേരത്തെ പറഞ്ഞു പോണോഗ്രഫി ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഷന് പ്രോബ്ലം ഉണ്ടാക്കും, സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കും, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാക്കും, നമ്മുടെ ബിഹേവിയറിനെ കൃത്യമായിട്ട് ബാധിക്കും. ഇത് തെളിയിക്കുന്ന കുറേ പഠനങ്ങൾ നമ്മൾ അവിടെ കണ്ടു. പക്ഷെ ഇവിടെ പോണോഗ്രഫിയെ സപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ നിരന്തരം കോട്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ പഠനങ്ങൾ. അതും ഈ പഠനങ്ങൾക്ക് തന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ സ്റ്റഡി മെത്തഡോളജിക്ക് പ്രോബ്ലംസ് ഉണ്ട്, അവരുപയോഗിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാത്വേസിന് പ്രോബ്ലംസ് ഉണ്ട്, അവരുപയോഗിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസിന് പ്രോബ്ലംസ് ഉണ്ട്, അവരെങ്ങനെയാണ് സാമ്പിൾ പോപ്പുലേഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് കുറേ പ്രോബ്ലംസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ആഗ്നറ്റോളജിക്കലായിട്ട് ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഹു മെയ്ഡ് ദി സ്റ്റഡീസ്? ആരാണ് ഇതൊക്കെ ഫണ്ട് ചെയ്തത്? എങ്ങനെയാണ് സ്റ്റഡീസ് മുന്നോട്ട് വന്നത് എന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഫോൺ അഡിക്ഷൻ ഡസന്റ് എക്സിസ്റ്റ് എന്ന് വാദിക്കുന്ന ആർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ അവർ നിരന്തരം കോട്ട് ചെയ്യുന്നത് 2013 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളും റിസർച്ചും അതുപോലെ തന്നെ 2015 പബ്ലിഷ് ചെയ്തിട്ടുള്ള വേറെ റിസർച്ചുമാണ്. ഈ രണ്ട് റിസർച്ചുകൾക്കും വളരെ കൃത്യമായിട്ട് പ്രോബ്ലംസ് ഉണ്ട് എന്ന് സൈക്കോളജിസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസിങ് ഫോൺ ഇസ് ഗുഡ് ഫോർ യുവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വളരെ കൺസേണിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതും ലിബറൽ വെബ്സൈറ്റ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ കോട്ട് 2017 സ്റ്റഡി ആണ് അവർ നിരന്തരം അതിന് കോട്ട് ചെയ്യാറുള്ളത്. അതും ഹൈലി പ്രോബ്ലമാറ്റിക് ആണ് എന്ന് തെളിയിക്കുന്ന കൗണ്ടർ റിസർച്ചുകൾ വന്നിട്ടുണ്ട്. ഫോൺ യൂസ് ലീഡ്സ് ടു മോർ ഇഗാലിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വുമൺ, അതിനെ കൗണ്ടർ ചെയ്യുന്ന റിസർച്ചുകൾ വന്നിട്ടുണ്ട്. ഇവർ ഈ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുള്ള റിസർച്ച് 2016 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ റിസർച്ചിന് ഇന്റേണൽ ആയിട്ടുള്ള കുറെ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട്. ഇറ്റ്സ് ഫിൽഡ് വിത്ത് കോൺട്രഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ബാഡ്. ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ പേരിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി അടിയിൽ ചില റെഫറൻസുകൾ കൊടുക്കും, അല്ലെങ്കിൽ ചില എക്സ്പെരിമെന്റ്സ് കോട്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഒത്തന്റിസിറ്റി എന്താണ്, അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, അതിന്റെ എക്സ്പെരിമെന്റൽ ആക്യുറസി എന്താണ്, അതിന്റെ സ്റ്റഡി പ്രിസിഷൻ എന്താണ് എന്നുള്ളതൊന്നും തീരെ ആളുകൾ നോക്കുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ഈവൻ ക്വസ്റ്റ്യൻ. അത് ഇറ്റ് ക്രിയേറ്റ്സ് എ വെരി ബിഗ് മിസ്കൺസെപ്ഷൻ ഇൻ ദ സൊസൈറ്റി. അതായത് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് കാണുകയും ചെയ്യും, അതിന്റെ കീഴിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് കൊടുക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള റെഫറൻസുകൾ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എന്ത്, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഈസ് റിയലി ഒത്തന്റിക്, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് ആളുകൾ വരികയും ചെയ്യുന്നു. ഇനി ഇങ്ങനെയുള്ള സ്റ്റഡീസ് വളരെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇറ്റ്സ് ദെയർ ഓൺ യുവർ ബ്രെയിൻ ഓൺ പോൺ, ക്രിറ്റിക്സ് ഓഫ് ക്വസ്റ്റനബിൾ ആൻഡ് മിസ്ലീഡിംഗ് സ്റ്റഡീസ്, ഡീബഗിംഗ് പ്രോപ്പഗാൻഡ പീസസ്. ഈ പ്രോപ്പഗാൻഡ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളെ വളരെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്ന എന്താണ് അതിന്റെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാലസീസ് എന്തൊക്കെയാണ്, അതിന്റെ ഉള്ളിലുള്ള ലോജിക്കൽ ആൻഡ് റാഷണൽ ഇൻകൺസിസ്റ്റൻസീസ് എന്തൊക്കെയാണ്, എത്രത്തോളം ഹൈലി അൺസയന്റിഫിക് ആണ് ഈ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ സ്റ്റഡീസ്, അതുപോലെ തന്നെ എത്രയോ മെത്തഡോളജിക്കൽ എറേഴ്സ് അതിന്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സ്റ്റഡീസ്. ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഓൺ യുവർ ബ്രെയിൻ ഓൺ പോൺ. ഇൻഷാല്ലാ യു ക്യാൻ ഓൾസോ വിസിറ്റ് ദാറ്റ് വെബ്സൈറ്റ് ടു നോ മോർ അബൌട്ട് ദിസ്. ഈ ഗാരി വിൽസൺ അദ്ദേഹത്തിന്റെ ഒരു ലെക്ചർ അവൈലബിൾ ആണ്, ഫോൺ റിസർച്ച് ഫാക്ട് ഓർ ഫിക്ഷൻ എന്നുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും പൊർണോഗ്രഫി ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്ന റിസർച്ചുകളുടെ ഉള്ളിൽ എത്രത്തോളം ഫിക്ഷസ് ആയിട്ടുള്ള, എത്രത്തോളം ഫെലേഷ്യസ് ആയിട്ടുള്ള, എത്രത്തോളം ഇറഫിൽഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ട് എന്നുള്ളത്. സോ ദിസ് ഇസ് ഓൾസോ എ വെരി വെരി ഗുഡ് റെഫറൻസ് പോയിന്റ് ഇൻഷാല്ലാ. സോ ട്രൈ ടു റീസർച്ച് മോർ ഓൺ ദിസ്. ഓൾറൈറ്റ്. സോ കൂടുതൽ റിസർച്ചുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ റിസർച്ച് ഫീൽഡുകളുടെ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്റലിജൻസ് നോട്ട് അലൗഡ് അല്ല ഇന്റലിജൻസ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ സയന്റിഫിക് ഫീൽഡുകൾ തന്നെ, റിസർച്ച് ഫീൽഡുകൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള സപ്രസിംഗ് ഉണ്ട്. ഫണ്ട് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് എ റിയലി സാഡ് റിയാലിറ്റി. ഒരു പ്രത്യേക ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ലിബറൽ ഫിലോസഫിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഇൻഡസ്ട്രിയുടെ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് സയന്റിഫിക് വേൾഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് is basically destroying the society. They're making billions of dollars from this while a lot of people are getting directly impacted. Their personal life is getting impacted, their social life is getting impacted, their marital life is getting impacted, their psychology is getting completely destroyed. It's getting completely destroyed. They are jumping into a spiritual void when which they are they're constantly and chronically depressed.
അത്രത്തോളം മാരകമായിട്ടൊരു വിഷയമാണത്. ഇനി എത്രത്തോളം സ്റ്റഡികൾ നമ്മൾ കണ്ടു, ഇനി ഞാൻ തന്നിട്ടുള്ള ഈ റിസർച്ചുകളിൽ അല്ലെങ്കിൽ റെഫറൻസുകളൊക്കെ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഇനിയും കുറെ സ്റ്റഡീസ് ലഭിക്കും. അപ്പോൾ ഈ സ്റ്റഡീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ട ചോദ്യം, വിൽ pornography addiction be added to the DSM in the future? pornography addiction ഇനി DSM-ലേക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. So that's a huge question that should be there in our mind. That is very concerning, and there are a lot of people who have come forth with new studies and they really want to add it into the DSM. പക്ഷെ എത്രത്തോളം അത് പോസിബിൾ ആണ് എന്നുള്ളത് we really don't know, but let's hope so, inshallah. Let's have tawakkul in Allah subhanahu wa ta'ala. This is very, very important. നമ്മൾ ലോകത്തിന്റെ ഒരു ട്രജക്ടറി നോക്കുകയാണെങ്കിൽ എത്രത്തോളം ലിബറൽ ഫിലോസഫീസ് നമ്മുടെ സമൂഹത്തെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അത് നമ്മുടെ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സയന്റിഫിക് ഫീൽഡ് തന്നെ കംപ്ലീറ്റ്ലി ലിബറലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവം, എന്നുള്ളൊരു റിയാലിറ്റി കണക്കിലെടുക്കുമ്പോൾ ദി ഹോപ്പ് ആക്ച്വലി ഡിക്രീസസ്. We need to look into reality as reality. ഒരു സ്റ്റുഡന്റ് ഓഫ് സൈക്കോളജി എന്നുള്ള നിലക്ക് this is something that I really, really feel bad about. This is something that I feel really, really bad about because of my commitment and sincerity into this particular field. നമ്മുടെ സമൂഹത്തിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ആക്യുറസിയുള്ള പ്രിസിഷനുള്ള റിസർച്ചസ് ആവശ്യമാണ്. ആൻഡ് being a sincere student of psychology, I feel really bad that my field is getting liberalized, that my field is getting hijacked by people with certain philosophies and certain agendas. It's a very, very, very sad reality. Very, very sad reality. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താണ്. അതായത് ഇവിടെ സൈക്കോളജി സ്റ്റുഡൻസ്, ഇത് കേൾക്കുന്ന സൈക്കോളജി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ദ ക്രൈസിസ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ഉത്തരങ്ങൾ ലഭിക്കും. സൈക്കോളജിക്കൽ സ്റ്റഡീസിനുള്ളിൽ ഈ അജണ്ട കൊണ്ടുവരുന്ന പോലെ തന്നെ, അതായത് ആഗ്നറ്റോളജിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വളരെ കാറ്റഗോറിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജിക്കൽ തന്നെയുള്ള പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ സൈക്കോളജിയിൽ ജനറൽ ആയിട്ട് പറയുന്ന വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറീസിന്റെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സിന്റെ റെപ്ലിക്കബിലിറ്റി എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ് എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഇപ്പോൾ വളരെ റീസെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പഠനങ്ങളും try to research more, try to learn as much as possible. Try to learn as much as possible. Don't fall into this liberal trap. Don't think that everything that is perceived as science by the society is clear science. Let's learn to segregate and differentiate between fact and fiction. So pornography addiction എത്രത്തോളം ആഗ്നറ്റോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. May Allah subhanahu wa ta'ala protect us all from this filth. ഇങ്ങനെയുള്ള വളരെ മാരകമായിട്ടുള്ള വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള നെഗറ്റീവ്സിലേക്ക് വീഴുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.